മാധ്യമപ്രവർത്തകൻ ആർ രാജഗോപാലിന്റെ പാസ്പോർട്ട് പുതുക്കി നൽകാത്തതിൽ ഇടപെട്ട് കൊൽക്കത്ത പോലീസ് റിപ്പോർട്ട് തേടി. കൊൽക്കത്ത സ്പെഷ്യൽ ബ്രാഞ്ച് ACP ധ്രുവ് ജ്യോതിയാണ് റിപ്പോർട്ട് തേടിയത്. ഫെമിന ചേരുകയാണ്. ഫെമിന, ഏതാണ്ട് 101 ദിവസം കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ ഇടപെടാൻ ഇപ്പോൾ കൊൽക്കത്ത പോലീസ് തയ്യാറായിരിക്കുന്നു. വിശദാംശങ്ങൾ. അതെ, വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കൊൽക്കത്ത പോലീസ് ഈ രാജഗോപാലിന്റെ പാസ്പോർട്ട് പുതുക്കി നൽകാത്ത വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കൊൽക്കത്ത സ്പെഷ്യൽ ബ്രാഞ്ച് ACP ധ്രുവ് ജ്യോതിയാണ് ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ പേരിൽ പാസ്പോർട്ട് പുതുക്കി നൽകാത്തതിലാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കൊൽക്കത്ത പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്രശ്നം അതിവേഗം പരിഹരിക്കും എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു വിശദീകരണം. വോട്ടർ പട്ടികയിൽ SIR മൂലം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയതിൻ്റെ പേരിലാണ് ഈ പാസ്പോർട്ട് പരിശോധനാ സമയത്ത് പുതുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനാ സമയത്ത് ഇത് പുതുക്കി നൽകാൻ കഴിയില്ല എന്ന തരത്തിൽ ഒരു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിലപാട് ഉണ്ടായത്. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ആർ രാജഗോപാലിന് ഇത്തരത്തിൽ പാസ്പോർട്ട് പുതുക്കി നൽകാത്തത് മൂലം മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് വ്യാപകമായിട്ടുള്ള ഒരു വിമർശനമാണ് ഈ കൊൽക്കത്ത പോലീസിന്റെ നടപടിക്കെതിരെ ഉണ്ടായത്. ഇപ്പോൾ വിഷയം വിവാദമായതിനെ തുടർന്നാണ് കൊൽക്കത്ത പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. ആശയവിനിമയത്തിൽ വന്ന ഒരു പ്രശ്നം മൂലമാണ് ഇത്തരത്തിൽ ഈ പാസ്പോർട്ട് പരിശോധനയ്ക്ക് ഒരു കാലതാമസം നേരിട്ടത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ബന്ധപ്പെട്ട രേഖകൾ ഉടൻ പുനഃപരിശോധിക്കും എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു വിശദീകരണം. വിവരങ്ങൾ കൃത്യമാണ് എങ്കിൽ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോലീസ് പുതിയ റിപ്പോർട്ട് നൽകും. ആർ രാജഗോപാലിന് പാസ്പോർട്ട് നൽകാനുള്ള നടപടി വീണ്ടും ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കൊൽക്കത്ത പോലീസ് അറിയിക്കുന്നത്. ഫെമിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.